ഇറാന്റെ ചാരസംഘം അറേബ്യൻ മേഖലയിൽ പിടിമുറുക്കുകയാണ്. പല ഘട്ടങ്ങളിലായി അമേരിക്കയുടെ അന്വേഷണ ഏജൻസി ഈ കാര്യം കൃത്യതയോടുകൂടി പറയുകയും ചെയ്യുന്നു. കാര്യം, അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന ഒരു ആക്രമണം പോലും പായായി പോകുന്നില്ല എന്നുള്ളതും, കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് അത് പതിക്കുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനോടനുബന്ധിച്ച് രണ്ടാമത്തെ ഒരു ഘട്ടത്തിൽ വരുന്ന റിപ്പോർട്ട് അത് ആരെയും അതിശയിപ്പിക്കുന്നതാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. യൂറോപ്യൻ പൗരന്മാർക്ക് താമസ ഇടം നൽകുന്നില്ല എന്നുള്ളതാണ്. അത് 5 സ്റ്റാർ ഹോട്ടലാണെങ്കിലും ലോക്കൽ ഹോട്ടലാണെങ്കിൽ പോലും താമസ ഇടത്തിന് വേണ്ടിയിട്ട് വല്ലാതൊന്നും പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം യൂറോപ്യന്മാർക്ക് ഉണ്ടാകാറില്ല. ഓൺലൈൻ ബുക്കിംഗ് ചെയ്തിട്ട് നേരെ ആ ടൈമിൽ അല്ലെങ്കിൽ ആ ദിവസം ഹോട്ടലിലേക്ക് വന്ന് പതിക്കുന്ന അല്ലെങ്കിൽ വന്ന് എത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. ഹോട്ടലുകാർ എന്ത് ചെയ്യും? ഇത് ഇപ്പോൾ അമേരിക്കയിൽ നിന്നൊരു പൗരനാണ് വരുന്നതെങ്കിൽ ഇവിടെ ഇപ്പോൾ ഖത്തറിലോ അല്ലെങ്കിൽ കുവൈറ്റിലോ ഏതെങ്കിലും അറേബ്യൻ മേഖലയിലുള്ള ഹോട്ടലുകൾ ബുക്ക് ചെയ്യുകയും എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഹോട്ടലിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള സേവനങ്ങളെല്ലാം ഹോട്ടലുകാർ സാധാരണഗതിയിൽ ചെയ്യാറുണ്ടായിരുന്നു. ഇന്ന് എവിടെയും യൂറോപ്യന്മാർക്ക് താമസ ഇടം കിട്ടുന്നില്ല. ഇനി അറേബ്യൻ മേഖലയിൽ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് അവർ ഒഴിവാക്കുകയും ചെയ്യുന്നു. നല്ലൊരു ശതമാനം യൂറോപ്യന്മാർ രാജ്യം വിട്ടുകൊണ്ടിരിക്കുകയാണ്. സുരക്ഷിതത്വ ഇടം അവർക്കില്ല. ബങ്കർ പോലെയുള്ള സംവിധാനം അറേബ്യൻ രാജ്യങ്ങളിലൊന്നുമില്ല. അപൂർവമായിരിക്കുന്ന അമേരിക്കയുടെ സൈനിക ബേസ് ഉള്ള ഇടത്ത് ഇത്തരം ബങ്കറുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ വ്യത്യസ്തമായിരിക്കുന്ന ലോക രാജ്യങ്ങളിൽ, അതായത് അമേരിക്ക ആണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളാലും അവിടെ നിന്ന് എല്ലാം തൊഴിലിന് വേണ്ടിയിട്ട് അറേബ്യൻ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന പൗരന്മാർ ഒരുപാടുണ്ട്. അവരുടെ സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ ആശങ്കയുണ്ട്. അമേരിക്കയ്ക്ക് നേരെയുള്ള ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ശക്തമായിരിക്കുന്ന ഇറാൻ്റെ ആക്രമണത്തിൽ നൂറുകണക്കിന് അമേരിക്കയുടെ സൈനികർ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, വ്യത്യസ്ത സമയങ്ങളിലും വ്യത്യസ്ത രാജ്യങ്ങളിലും. പക്ഷെ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, അമേരിക്ക പുറത്ത് വിടുന്നില്ല. പുറത്ത് വിടാത്തത് അവർക്ക് അവരുടേതായിരിക്കുന്ന പ്രൈവസി നഷ്ടപ്പെടുകയും സൈനികർക്ക് ആത്മവിശ്വാസമില്ലാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വിടാത്തത് എന്നുള്ളതും, മരണപ്പെടുന്ന സൈനികരുടെ ബന്ധുക്കളെ തങ്ങൾ അത് അറിയിക്കാറുണ്ട് എന്നുകൂടി അവരത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറേബ്യൻ രാജ്യങ്ങളടക്കമുള്ള രാജ്യങ്ങളിലെ അമേരിക്കൻ പൗരന്മാരോട് രാജ്യം വിടാൻ വേണ്ടി പറഞ്ഞിരുന്നു. അന്ന് അത് മറ്റ് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രഭരണാധികാരികളുടെ കൂടെയുള്ളവരൊക്കെ അഭിപ്രായപ്പെട്ട കാര്യം ഇങ്ങനെയാണ്: അറേബ്യൻ രാജ്യങ്ങൾക്ക് നേരെ ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം നടക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് എന്ന തരത്തിലാണ്. അത്യാവശ്യമില്ലാത്തവർ, സൈനിക മേഖലയിൽ പ്രവർത്തിക്കാത്തവർ, അവർക്ക് വേണ്ടി സർവീസ് ചെയ്യാത്തവർ നിങ്ങൾ രാജ്യം വിടണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ രാജ്യം വിട്ടവരുണ്ട്, രാജ്യം വിടാത്തവരുണ്ട്. കാര്യം, വലിയ രീതിയിലുള്ള ശമ്പളമാണ് അവർക്ക് കിട്ടുന്നത്. കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം കുവൈറ്റിൽ സൈനിക ബേസ്, അമേരിക്കയുടെ സൈനിക ബേസിൽ പല ഘട്ടങ്ങളിലായി പ്രാക്ടിക്കൽ നടക്കും. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെയും അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഒരു 9 മാസമൊക്കെയാണ് അതിൻ്റെ പീരീഡ്. 9 മാസം കഴിഞ്ഞാൽ ഈ പ്രാക്ടിക്കൽ ചെയ്തിരിക്കുന്ന സൈനികർ തിരിച്ചു പോയിട്ട് തൊട്ടടുത്ത ടീം പിന്നെ വീണ്ടും വരും. ഇങ്ങനെയാണ്. അപ്പോൾ അവിടെ കുവൈറ്റ് സൈനികരെയും അതോടൊപ്പം തന്നെ UAE സൈനികരെയും ഒക്കെ പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന പ്രവർത്തികൾ അമേരിക്ക ചെയ്യാറുണ്ട്. ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് കുവൈത്ത് സർക്കാരാണ്. അതാണ് അമേരിക്കയുടെ സൈനികർക്ക് ശമ്പളം കൊടുക്കുക കുവൈത്ത് സർക്കാരാണ്. ഏത് രാജ്യത്ത് അമേരിക്കയുടെ സൈനികർ സേവനം ചെയ്യുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ, ഏതെങ്കിലും രാജ്യത്ത് അവർ ഉണ്ടോ, ആ രാജ്യമായിരിക്കും അവർക്ക് ശമ്പളം കൊടുക്കുക. ഒരു റിപ്പോർട്ടിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്: 45% മുതൽ ഏകദേശം 55% അമേരിക്കയുടെ സൈനികർ വ്യത്യസ്തമായിരിക്കുന്ന ലോക രാജ്യങ്ങളിൽ സർവീസ് ചെയ്യുന്നു. അവർ പറയുന്ന സമയത്ത് സർവീസാണ്, ഇവർ പറയുന്ന സമയത്ത് ചുമ്മാ നിന്നുകൊണ്ട് ശമ്പളം വാങ്ങുകയാണ്. ഇവർക്കെല്ലാം ആ രാജ്യമാണ് ശമ്പളം കൊടുക്കുന്നത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക മെച്ചം എല്ലാ വർഷത്തിലും അമേരിക്കക്ക് ഉണ്ടാകുന്നു എന്ന് ചുരുക്കം. അതെല്ലാം ഇപ്പോൾ ഒടിഞ്ഞിരിക്കുകയാണ്. ചരിത്രത്തിൽ ഇന്ന് വരെ ഇത്രയും വലിയൊരു നാണക്കേട് അമേരിക്കക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. ഒരു മേഖലയും സുരക്ഷിതമല്ല.
കുവൈറ്റിൽ നിന്ന് പല ഘട്ടങ്ങളിലായി അമേരിക്കയുടെ സൈനിക വസ്തുക്കൾ, അതായത് ടാങ്കറുകളാണെങ്കിലും കവചിത വാഹനങ്ങളാണെങ്കിലും യുദ്ധവിമാനങ്ങളാണെങ്കിലും ഇതെല്ലാം മറ്റ് രാജ്യങ്ങളിലേക്ക്, ഖത്തറൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ച, അല്ലെങ്കിൽ ജോർദാനായിരിക്കും, അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പരമാവധി സൈനികരെ പിൻവലിച്ചിട്ടുണ്ട്. എങ്ങോട്ടാ പോയത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ഇവർ സൈനികർക്ക് സുരക്ഷിതത്വം നൽകുന്ന സമയത്ത് ആ രാജ്യത്തുള്ള പൗരന്മാർക്ക് സുരക്ഷിതത്വം നൽകാൻ കഴിയുന്നില്ല. അഥവാ അമേരിക്കൻ പൗരന്മാർ അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രൈവറ്റ് സെക്ടറിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ആ രാജ്യത്തിൻ്റെ കടമയാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ ഇറാൻ ഇപ്പോൾ ഇരിക്കുന്ന തന്ത്രം മൊസാദ് ചെയ്യുന്ന പോലെ, അമേരിക്കയുടെ ഈ ചാരസംഘം ചെയ്യുന്ന പോലെ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ചാര വിങ്ങിനെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അത് ഈ അറേബ്യൻ രാജ്യങ്ങളിലെല്ലാം അത് പ്രവർത്തിക്കുന്നു. അവർ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇറാന് നൽകുന്നു. ഇറാൻ ആ കൃത്യമായിരിക്കുന്ന വിവരത്തിനനുസരിച്ച് ആക്രമണം നടത്തുന്നു. അപ്പോൾ ആരാണ് ഈ ഒറ്റ കൊടുക്കുന്നത്, അല്ലെ ചാരപ്രവർത്തനം ചെയ്യുന്നത്, ആരാണ് ചെയ്യാത്തത് എന്നതിനെക്കുറിച്ച് ഒരു ക്രോഡീകരണം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അവരിങ്ങനെ അന്താളം വിട്ട് നിൽക്കുന്ന സ്ഥിതിയാണ് ഇപ്പം നിലവിലുള്ളത്. അഥവാ പറയുന്ന കാര്യം എങ്ങനെയാണ്, യൂറോപ്യന്മാർ എവിടെയും സുരക്ഷിതരല്ല. അവർക്ക് കൃത്യമായ രീതിയിൽ തങ്ങൾ യൂറോപ്യന്മാരാണ് എന്ന് അഭിമാനത്തോടു കൂടി പോകുന്ന കാലഘട്ടം കഴിഞ്ഞു. അവരുടെ വാഹനങ്ങൾ നിരീക്ഷിക്കുന്നു, താമസ ഇടങ്ങൾ നിരീക്ഷിക്കുന്നു, ഭക്ഷണം കഴിക്കുന്ന ഇടങ്ങൾ നിരീക്ഷിക്കുന്നു, പൊതുസ്ഥലങ്ങളിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ അവർ വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നു. ആ തരത്തിലാണ് എയർപോർട്ടിൽ പോലും ഒരു പ്രത്യേകമായ രീതിയിൽ നിരീക്ഷണം നടത്തുന്നുണ്ട് എന്ന് അവർക്ക് തോന്നുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അഥവാ ഈ രാജ്യത്തിൻ്റെ അകത്തുള്ള പൗരന്മാർ ഒരു ഭാഗത്തും ഗവൺമെൻറ് ഭരണ സംവിധാനം നടത്തുന്ന വിഭാഗത്തിൽ ഒരു വിഭാഗം മറുപക്ഷത്ത് നിൽക്കുന്ന രീതിയിലാണ്. എല്ലാവരും ഇത് അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിരിക്കുന്ന ഒരു നിലപാടെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയോട് തങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അമേരിക്ക ഇറാൻ ബഹ്റൈനെ ആക്രമിക്കുന്നൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല അതിൻ്റെ ഉദ്ദേശം. തങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് തങ്ങളുടെ ഈ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ വിഷയങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇറാൻ അത് പറഞ്ഞു തുടങ്ങിയതോടുകൂടി പല രാജ്യങ്ങളും അത് പറയുന്നുണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ രാജ്യത്തിലെ പൗരന്മാർക്കോ ഗവൺമെൻറ്റിനോ സൈനികർക്കോ സംവിധാനങ്ങൾക്കോ ഒന്നും സുരക്ഷിതമല്ലാത്ത ഒരു മേഖലയായിട്ട് അറേബ്യൻ മേഖല ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നു. ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ മിസൈൽ സംവിധാനം ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 നിർമ്മിക്കപ്പെടുന്നുള്ളതാണ്. 3 ഇരട്ടിയിലധികം നിർമ്മിക്കുന്ന ഈ മിസൈലുകളാണ് അവിടെ കൈവശം. അതുകൊണ്ട് അവർക്ക് ഷോർട്ടേജ് ഒന്നുമില്ല. അവർക്ക് എന്തെങ്കിലും ആയുധങ്ങൾ കുറവ് വന്നിട്ടുണ്ടോ ഇല്ല എന്ന് മാത്രമല്ല, മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത് ഇതുവരെ ഉപയോഗിക്കാത്ത, കാണാത്ത, ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാത്ത അതികഠിനമായിരിക്കുന്ന, അല്ല കഠോരമായിരിക്കുന്ന മിസൈലിൻ്റെ ശൃംഖല ഇനി പുറത്തിറങ്ങാൻ വേറെയുണ്ട്. അതങ്ങനെ തന്നെയല്ല പറയുന്നത്. ആയുധങ്ങൾ എന്ന് പറയുന്ന ആക്രമവീര്യമുള്ള, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പല സംവിധാനങ്ങൾ ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇറാൻ പുറത്ത് വിട്ടിട്ടില്ല. അത് ഭാവിയിൽ വരാൻ പോകുന്നതാണ് എന്ന് കൂടി പറഞ്ഞു വെക്കുന്നു. എന്നാൽ അമേരിക്കയുടെ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആയുധങ്ങൾക്ക് വലിയ രീതിയിൽ ഷോർട്ടേജ് ഉണ്ട്. ലോകത്തിൽ ഏറ്റവും വലിയ സൂപ്പർ പവറായിരിക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യം മറ്റേതെങ്കിലും ലോക രാജ്യത്തിൻ്റെ ഇടയിൽ നിന്ന് ഭീഷണി ഉണ്ടായിരിക്കുകയാണെങ്കിൽ അതിനെ അതിജീവിക്കണമെങ്കിൽ അവരുടെ കയ്യിൽ ആയുധങ്ങൾ വേണം. ഒരേ ഒരു യുദ്ധം, ഇറാൻ എന്ന് പറയുന്ന ഒറ്റ രാജ്യവുമായിട്ട് യുദ്ധം ചെയ്തിട്ട് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അമേരിക്ക എങ്ങനെയാണ് ഈ റഷ്യയുമായിട്ടോ ചൈനയുമായിട്ടോ ഭാവിയിലൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ പിടിച്ചു നിൽക്കുക എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരം നൽകാനും വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇപ്പോൾ നിലവിൽ ട്രംപും അയാളുടെ അമേരിക്കയും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം രാജ്യത്തു നിന്ന്, അതായത് ഇങ്ങനെ റിപ്പോർട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നു, ഞങ്ങളുടെ ദേശത്ത് നിങ്ങൾ ഒഴിഞ്ഞു പോകണം. മുമ്പൊക്കെ ഭയങ്കരമായ റെസ്പെക്റ്റ് ആയിരുന്നു അമേരിക്കക്കാർക്കും യൂറോപ്യന്മാർക്കൊക്കെ അറേബ്യൻ രാജ്യങ്ങൾ നൽകിയിരുന്നത്. ഇന്ന് വളരെ പുച്ഛമാണ്. അവരോട് മാന്യമായ രീതിയിൽ സംസാരിക്കുന്നവർ പോലും ഇല്ല. അതിനിടയിൽ ഇപ്പോൾ ഈ ചാരസംഘം കൂടി വന്നതോടുകൂടി വളരെ പ്രയാസപ്പെടുകയാണ്. അവർ രാജ്യം വിട്ടു പോകാൻ വലിയ താല്പര്യം കാണിക്കുന്നു എന്ന റിപ്പോർട്ടും കൂടി ഇതിനോടനുബന്ധിച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്.